ഒന്ന് ഷോക്കായി അല്ലേ? എന്നാലും നീ ഇതെങ്ങനെ? ഫണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു, ഫണ്ട് വന്നു. താറ് വരുമെന്ന് ഞാൻ പറഞ്ഞു, താറും വന്നു. എന്നാലും നിനക്ക് എവിടുന്ന് ഇത്രയല്ലേ പൈസ? അതല്ല ഇപ്പൊ എന്തിനാ ആലോചിക്കുന്നേ? ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ് ഡാഡ്. മോനെ, നീ കിഡ്നി ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. വാട്ട് ഡാഡ്? പിന്നെ ഇനി അച്ഛനെ വിളിക്കില്ല കേട്ടോ, ഓൺലി ഡാഡ്. ഓക്കെ. ഇനി നിങ്ങ ഇങ്ങനെ തോട്ടത്തിലേക്കൊന്നും പോവാൻ നിക്കണ്ട കേട്ടാ. അതെന്തേ? നമ്മളെ സ്റ്റാറ്റസിന് അത് ചേരൂല. മോനെ, അത് വേണോ? ഡാഡ് പ്ലീസ് ലിസൺ ടു മീ. ഓക്കെ. ഏയ് എണീക്കറപ്പ, നിങ്ങൾ മോനെ നോക്കറ. എന്തിയപ്പോ ഈ രാവിലെ തന്നെ? ചെക്കൻ്റെ പോക്ക് എങ്ങോട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും ഞാനൊന്ന് തോട്ടത്തിൽ പോയിട്ട് വരാം. പൊടിയായല്ലോ. മോം, ഡാഡിയുടെ പോയേ? താർന്ന് വാഷ് ചെയ്യണായിരുന്നല്ലോ. അച്ഛൻ തോട്ടത്തിലേക്ക് പോയി. ഓ ഡാം. തോട്ടത്തിലേക്കാ? അച്ഛനോട് ഞാൻ പറഞ്ഞില്ല തോട്ടത്തിലേക്ക് പോകണ്ടാന്ന്. തോട്ടത്തിലേക്ക് പോണ്ടേ? പിന്നെ ചതിച്ചല്ലോ ഈശ്വര. ഈ തന്തപ്പടിയെ കൊണ്ടൊരു ബുദ്ധിമുട്ടായല്ലോപ്പാ. അയ്യോ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ചോട്ടു ആ തേങ്ങയെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് മാറ്റിയിട്. മലയാളി ഏ തേങ്ങ അച്ഛനെ ക്യാ തോട്ടം കരുതില്ല ഉല്ലു ബനാ ദിയാ മലയാളിക്കോ. ഇന്ത്യ സംഭവം ഇന്ത്യ ആക്കുന്നേ. നമ്മുടെ തോട്ടത്തിന് പണി എടുക്കുന്നേ. എന്റെ തോട്ടത്തിന്റെ പണി എടുക്കാൻ നിന്നോട് ആര് പറഞ്ഞേ? നിങ്ങളെ തോട്ടോ? നമ്മത് കഴിഞ്ഞ ആഴ്ച പൊന്നും വില കൊടുത്ത് മേടിച്ച തോട്ടം. ആരോട് നീ മേടിച്ചേ? എന്റെ തോട്ടം ഞാനറിയാതെ. ഇത് നോക്കുന്നോ? ഞാൻ ഈ സ്ഥലം രജിസ്റ്റർ ആക്കി എന്റെ ഡോക്യുമെന്റ്. ഇതെന്റെ ഒപ്പല്ലോ. പിന്നെ ഞാൻ കളി പറയുന്നതാ. അച്ഛാ, നിങ്ങളൊരു ഒപ്പ് വേണമായിരുന്നു ഇവിടെ. എന്റെ ഒപ്പം എന്തിന്? അത് നമ്മ ഈ താറോക്സ് വാങ്ങിക്കുമ്പോ നോമിനി വെക്കാൻ വേണ്ടിട്ട്. ഞാനാ നോമിനി? പിന്നെ താറോക്സ് നോമിനി കെ പത്മനാഭൻ നായർ. എവിടെ ഒപ്പിടണ്ടേ? ഇവിടെ ഒപ്പിട്ടോ. അയ്യോ, പ്രശ്നമായി. ഒരു തീരുമാനമായി അപ്പോ. അച്ഛാ, തോട്ടം പോയാലെന്തേ? താറ് കിട്ടിയില്ലേ? താറല്ല അച്ഛാ, നോ. ഇന്ന ഞാൻ ഇന്ന് എന്തിനാ ഓനെ ഞാൻ ഇന്ന് കൊല്ലുവാണ് ഞാൻ. നോ. ബംഗാളി ഭായി, ഈ താറങ്ങനെ വീട്ടിലെത്തിക്കണേ. ക്യാ വരാതെ താർ ക്യാ ഹേ മലയാളി?